Hello everyone, this is the last part of module 2. ഇപ്പോൾ നേരത്തെ പറഞ്ഞതിൻ്റെ കുറച്ച് പോർഷനോടെ ബാക്കിയുണ്ടായിരുന്നു. ഞാൻ നേരത്തെ കുറച്ച് ബിസി ആയിട്ട് കട്ടായി. എങ്കിൽ വിൽ കണ്ടിന്യൂ ദാറ്റ് പ്രസൻറ്റ് സെനേറിയോ ഓഫ് പ്രൈമറി മാർക്കറ്റ്. അതായത് പ്രൈമറി മാർക്കറ്റിലെ ഇപ്പോഴത്തെ അവസ്ഥ എന്തൊക്കെ ഡെവലപ്മെൻറ്റ് സിൻസ് പാസ്റ്റ് വന്നു. നമ്മൾ ഓൾറെഡി 2-3 പോയിന്റ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇക്കണോമിക് റിക്കവറി ആൻഡ് റീസെലൻസ് ആണ് അടുത്തത്. അതായത് ഇക്കോണമി ഒരുപാട് 2008 ക്രൈസിസ് അങ്ങനെ ലോയില് കൂടെ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒരുപാട് ഇന്ത്യൻ ഇക്കോണമി മുകളിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് റിസ്ക് ഫാക്ടേഴ്സ്, അതായത് ഒരുപാട് റിസ്ക് ഫാക്ടേഴ്സ് ഇപ്പോഴും ഉണ്ടാവും. ഇപ്പോഴും കറന്റ്ലി ഇപ്പം അമേരിക്കൻ ട്രംപ് പോളിസീസിൽ ഒരുപാട് ഹാർഡ്വേർഡ് യൂണിവേഴ്സിറ്റീസിൽ വേറെ ഫോറിനേഴ്സ് പറ്റില്ല, അങ്ങനെ ഒരുപാട് ടെൻഷൻസിന്റെ റിസ്ക് ഫാക്ടേഴ്സും ഇതിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ മാർക്കറ്റ് കണ്ടീഷൻസ്, അതായത് മാർക്കറ്റിൽ ഉണ്ടാകുന്ന ബോർഡർ ഇക്കോണോമിക് കണ്ടീഷൻസ്, പാകിസ്ഥാനായിട്ടുള്ള യുദ്ധം വരുന്നു എന്നുള്ള രീതിക്കൊക്കെ വന്നു, അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് ഇടിഞ്ഞു. അങ്ങനത്തെ ജിയോ പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ്, പിന്നെ ഇൻഫ്ലേഷൻ, ഇൻട്രസ്റ്റ് റേറ്റ്, ഇതെല്ലാം എന്തിനെ എഫക്ട് ചെയ്യും? പ്രൈമറി മാർക്കറ്റിനെ എഫക്ട് ചെയ്യും. ഇൻവെസ്റ്റർ സെന്റിമെന്റ്സ് ടു, അതായത് ചില കമ്പനീസ് നല്ല രീതിയിൽ പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ചില കമ്പനീസ് നമുക്ക് നന്നായി കേട്ടിട്ടുണ്ടാവും അതിനെ കുറിച്ചിട്ട്, ആൾക്കാരത് വാങ്ങുന്നത് കൂടും. And technology and innovation too transforms primary market sector. Regulatory environment, SEBI ഓരോ ടൈമിനനുസരിച്ചും ചേഞ്ചസ് നടത്തിക്കൊണ്ടേയിരിക്കും. ആൻഡ് ഗ്ലോബൽ ട്രെൻഡ്സിനനുസരിച്ചും മാർക്കറ്റ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. സോ ദീസ് ആർ ദ പോയിന്റ്സ് ദറ്റ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ പ്രസന്റ് സെനേറിയോ, ഇപ്പം പ്രൈമറി മാർക്കറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചേഞ്ചസിനെ കുറിച്ച്. ആൻഡ് നൗ വി വിൽ സീ ലാസ്റ്റ് പാർട്ട് ഓഫ് ദിസ് മോഡ്യൂൾ. ഓൾസോ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് റോൾ ഓഫ് ഇന്റർമീഡിയറീസ്. പ്രൈമറി മാർക്കറ്റിൽ വരുന്ന ഇന്റർമീഡിയറീസിനെ കുറിച്ച്. ഇന്റർമീഡിയറീസ് ആരാണ്? ദേ ആക്ട് ആസ് എ ബ്ലോക്ക്, ഒരു തരത്തിലുള്ള ഒരു ബ്രിഡ്ജ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ആൾക്കാരാണ് ഇന്റർമീഡിയറീസ്. ലിങ്ക് ബിറ്റ്വീൻ റെഗുലേറ്റർ, ഇഷ്യൂവർ ആൻഡ് ഇൻവെസ്റ്റർ. സെബി ഹാസ് ഇഷ്യൂഡ് റെഗുലേഷൻസ് ഇൻ റെസ്പെക്ട് ഓഫ് ഈച്ച് ഇന്റർമീഡിയറി. ഇഷ്യൂവറും ഇൻവെസ്റ്ററും, അതായത് കമ്പനി ഇൻവെസ്റ്ററും തമ്മിലുള്ള ഒരു ഇവിടെ നിൽക്കുന്ന ഇടനിലക്കാരെയാണ് ഇന്റർമീഡിയറീസ് എന്ന് പറഞ്ഞത്. സെബി ഇവർക്ക് വേണ്ടി ഒരുപാട് ഗൈഡ് ലൈൻസ് ഒക്കെ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. അപ്പോൾ മെയിൻ ആയിട്ട് 7 ഇന്റർമീഡിയറീസ് ആണ് പ്രൈമറി മാർക്കറ്റിൽ വരുന്നത്. സൂക്ഷിക്കണം, സെക്കൻഡറി മാർക്കറ്റിലും ഇന്റർമീഡിയറീസ് ഉണ്ട്. അത് രണ്ടും തമ്മിൽ ഒരു കാരണവശാലും എന്താവരുത്, കൺഫ്യൂഷൻസ് വന്നു പോകരുത്. ഇവരൊക്കെയാണ് പ്രൈമറി മാർക്കറ്റിൽ ഇന്റർമീഡിയറീസ്. മാനേജർ ടു ഇഷ്യൂ, ബാങ്കേഴ്സ് ടു ഇഷ്യൂ, രജിസ്ട്രാർ ടു ഇഷ്യൂ, ബ്രോക്കേഴ്സ് ടു ഇഷ്യൂ, അണ്ടർറൈറ്റേഴ്സ്, ഡിബഞ്ചർ ട്രസ്റ്റീസ് ആൻഡ് പോർട്ട്ഫോളിയോ മാനേജേഴ്സ്. ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇന്റർമീഡിയറീസ്. ഇനിയും ഇന്റർമീഡിയറീസ് ഉണ്ടാവാം. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൺസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ലെറ്റ്സ് സീ ഹു ആർ മെർച്ചന്റ് ബാങ്കേഴ്സ് ഓർ ലീഡ് മാനേജേഴ്സ് ഓർ മാനേജേഴ്സ് ടു ഇഷ്യൂ. ഇവരുടെയൊക്കെ വേറെ പേരാട്ടോ. മെർച്ചന്റ് ബാങ്കേഴ്സിന്റെ വേറെ പേരാണ് ലീഡ് മാനേജേഴ്സ്. മെർച്ചന്റ് ബാങ്കിങ് എന്ന് പറഞ്ഞാൽ അതൊരു പ്രൊഫഷണൽ സർവീസ് ആണ്. മെർച്ചന്റ് ബാങ്ക്സ് എന്ന് പറഞ്ഞ ആൾക്കാർ അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചെയ്യുന്ന സർവീസ് ആണ്. അതായത് ഒരു കുറച്ച് ടൈപ്പ് ഓഫ് ഫിനാൻഷ്യൽ സർവീസസ് ഒക്കെ ചെയ്തു കൊടുക്കുന്ന ഒരുപാട് ടൈപ്പ് ഓഫ് ഫിനാൻഷ്യൽ സർവീസ്, അതായത് ഫണ്ട് റേസിങ്, പിന്നെ ഫണ്ട് അലോക്കേഷൻ, അങ്ങനത്തെ ഫിനാൻഷ്യൽ സർവീസ് ചെയ്തു കൊടുക്കുന്ന ആൾക്കാരെയാണ് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ് നമ്മൾ എന്ത് പറയുന്നത്, മെർച്ചന്റ് ബാങ്കേഴ്സ്. അവർ ഒരു വെറുതെ ആരും ഒന്നും വെറുതെ ചെയ്തു കൊടുക്കില്ല. അപ്പോൾ ചെറിയൊരു ഫീ ഈടാക്കും. എന്തൊക്കെ സർവീസാണ് മെർച്ചന്റ് ബാങ്കേഴ്സ് ചെയ്യുന്നത്? ഇഷ്യൂ മാനേജ്മെന്റ്, ഷെയർ ഇഷ്യൂ ചെയ്യുന്ന കാര്യങ്ങൾ, ഫിനാൻസിനെ ഹെൽപ്പ് ചെയ്യും, ഷെയർ മാർക്കറ്റ് ചെയ്യാൻ സഹായിക്കും, പ്രോസ്പെക്ടസ് ഡ്രാഫ്റ്റ് ചെയ്യാൻ സഹായിക്കും, വേറെ തരത്തിലുള്ള ഫിനാൻഷ്യൽ അഡ്വൈസ്, ലോൺ സിൻഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ ലോൺ എടുക്കാൻ സഹായിക്കും, ലീസിങ്ങിന് സഹായിക്കും, ഓഫർ ഡോക്യുമെന്റ് ഒക്കെ കറക്റ്റ് ആണോ, അങ്ങനെ ഫിനാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും ഇഷ്യൂ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും ഒക്കെ ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് ആര്? മെർച്ചന്റ് ബാങ്കേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ കമ്പനിക്ക് എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ അവർ ആരെ ഏൽപ്പിക്കും? മെർച്ചന്റ് ബാങ്കേഴ്സ് ഏൽപ്പിക്കും. മെർച്ചന്റ് ബാങ്കേഴ്സ് ചെയ്യുന്ന പണികളാണ് ഈ കാര്യങ്ങൾ. ഓക്കെ. The second intermediary is bankers to issue. അതായത് ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ബാങ്കേഴ്സ് ടു ഇഷ്യൂ എന്ന് പറഞ്ഞാൽ bankers to issue is a scheduled bank that has branches across the country and entrusted with acceptance of application money. ഈ ആപ്ലിക്കേഷൻ നമ്മൾ ഷെയർ ഇഷ്യൂവിന് വേണ്ടിയിട്ട് ആര് സഹായിക്കും? ഷെയർ ഇഷ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ഇഷ്യൂ പ്രോസസ്സിൽ നമുക്ക് മെർച്ചന്റ് ബാങ്കേഴ്സ് സഹായിക്കും. അപ്പോൾ മെർച്ചന്റ് ബാങ്കേഴ്സ് ഇഷ്യൂ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ പക്ഷെ ആൾക്കാർ ആപ്ലിക്കേഷൻ മണി തരും. പിന്നെ അതുപോലെ ആൾക്കാർക്ക് ഡിവിഡൻഡ് കൊടുക്കണം, ഇൻട്രസ്റ്റ് കൊടുക്കണം, റീഫണ്ട് കൊടുക്കണം. ഇതെല്ലാം ചെയ്യുന്നത് ആരാണ്?
ബാങ്കേഴ്സ് ടു ഇഷ്യൂ ആണ്. ദീസ് ബാങ്ക്സ് മസ്റ്റ് ബി രജിസ്റ്റേർഡ് വിത്ത് സെബി. അപ്പോൾ അവരുടെ മെയിൻ ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ ആപ്ലിക്കേഷൻ മണി ആക്സെപ്റ്റ് ചെയ്യും, ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യും, ഇഷ്യൂയിങ് കമ്പനിയായിട്ട് ഒരു അഗ്രിമെന്റ് ആക്കും, കോഡ് ഓഫ് കണ്ടക്ട് ഫോളോ ചെയ്യണം അവർ. അതുപോലെ തന്നെ അവർ റീഫണ്ട് റിലേറ്റഡ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ് ബാങ്കേഴ്സ് ടു ഇഷ്യൂ. തേർഡ് വൺ ഇസ് രജിസ്ട്രാർ ടു ഇഷ്യൂ. രജിസ്റ്റേഴ്സ് റിലേഷൻ കാര്യങ്ങൾ ചെയ്യുന്നതാണ് രജിസ്ട്രാർസ് ടു ഇഷ്യൂ. Any person carrying on activities in relation to issue, including collection of application form from investors, keeping a record of applications and so on. ഇവിടെ എന്താണ്, ഇവിടെ മണി റിലേറ്റഡ്, മണി ആക്സെപ്റ്റ് ചെയ്യുക, മണി റീഫണ്ട് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളാണ് ബാങ്കേഴ്സ് ടു ഇഷ്യൂ. ഇവിടെ ഇവരെന്ത് ചെയ്യും, ആപ്ലിക്കേഷൻ കളക്ട് ചെയ്യും, അത് ക്ലാസിഫൈ ചെയ്യും, അലോട്ട്മെന്റ് പ്രോസസ് ചെയ്യാൻ സഹായിക്കും, ഷെയർ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യാൻ സഹായിക്കും, പേയ്മെന്റ് ഓഫ് ബ്രോക്കറേജ്, ലിസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു കമ്പനീന്റെ പേര് ഇൻക്ലൂഡ് ചെയ്യുക, അതിനെല്ലാം എന്ത് സഹായിക്കും, രജിസ്റ്റേഴ്സ് ടു ഇഷ്യൂ സഹായിക്കും. അപ്പോൾ ഓരോ ഇന്റർമീഡിയറീസിനും ഓരോ തരത്തിലുള്ള ഡ്യൂട്ടിയാണ്. നെക്സ്റ്റ് വൺ ഇസ് ബ്രോക്കേഴ്സ് ടു ഇഷ്യൂ. ബ്രോക്കേഴ്സ് ആണ് ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. So brokers are registered members of stock exchange who bring together buyers and sellers in primary market. ബയേഴ്സും സെല്ലേഴ്സിനും ഒരുമിച്ച് കൊണ്ടുപോകുന്നത്. അവർ സെബി ആയിട്ട് രജിസ്റ്റർ ചെയ്യണം, അവരൊരു ഇന്റർമീഡിയറി ആണ്. അപ്പം നമുക്ക് പ്രൈമറി മാർക്കറ്റിൽ ഇപ്പോൾ IPO സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, നമുക്കൊരു ബ്രോക്കറേജ് കൂടെ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ബ്രോക്കറിന്റെ എക്സാമ്പിൾ എന്തൊക്കെയാണ്, ജിയോജിത്ത്, സെറോദ, അതുപോലെ അപ്സ്റ്റോക്സ്, ഗ്രോ, ഏഞ്ചൽ, ഇതൊക്കെ ബ്രോക്കേഴ്സിന്റെ എക്സാമ്പിൾ. അപ്പം ബ്രോക്കറിന്റെ ഒരു പ്ലാറ്റ്ഫോം, ഒരു ആപ്പ് ഉണ്ടാവും, ആ ആപ്പിലൂടെ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ പ്രൈമറി മാർക്കറ്റിൽ ഷെയർ വാങ്ങാൻ പറ്റുള്ളൂ, അതുപോലെ IPO ഒക്കെ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുള്ളൂ. അവരുടെ മേജർ ഫംഗ്ഷൻ ആക്ട് ആസ് എ ലിങ്ക് ബിറ്റ്വീൻ കമ്പനി ആൻഡ് ഇൻവെസ്റ്റേഴ്സ്. അതായത് നമ്മൾ ഈ ബ്രോക്കറിലൂടെ കമ്പനിയുമായിട്ട് ബന്ധപ്പെടും. പാസിംഗ് ഇൻഫർമേഷൻ ടു ഇൻവെസ്റ്റേഴ്സ്, ഫിനാൻഷ്യൽ സർവീസസ്. അവർ ചിലപ്പം ലീഡ് മാനേജേഴ്സിന്റെയും മെർച്ചന്റ് ബാങ്കേഴ്സിന്റെ ഒക്കെ റോള് ആര് എടുക്കും, ചിലപ്പോൾ ബ്രോക്കേഴ്സ് അതും കൂടെ ഏറ്റെടുക്കും. നെക്സ്റ്റ് വൺ ഇസ് അണ്ടർറൈറ്റിംഗ്. വി ഹാവ് ഓൾറെഡി സീൻ വാട്ട് അണ്ടർറൈറ്റിംഗ് ഇസ്. അണ്ടർറൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ സെക്യൂരിറ്റീസ് ഫുള്ളായിട്ട് പബ്ലിക് സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന ആൾക്കാരാണ് അണ്ടർറൈറ്റേഴ്സ്. ദേ മേക്ക് എ കമ്മിറ്റ്മെന്റ് ടു ഗെറ്റ് ഇഷ്യൂ സബ്സ്ക്രൈബ് ഐദർ ബൈ അതേഴ്സ് ഓർ ബൈ ദെംസെൽവ്സ്. ഒന്നെങ്കിൽ അവർ തന്നെ അത് വാങ്ങും, അല്ലെങ്കിൽ അവരെന്ത് ചെയ്യും, അത് പബ്ലിക്കിൽ ഇഷ്യൂ ചെയ്യും. Their main functions are buying company stocks, distribution to public, documentation, due diligence, supplying information of company. Sixth one is debenture trustee. A debenture trustee is a trustee for a trust deed needed for securing any issue of debentures by a company. To act as a debenture trustee, certificate from SEBI is necessary. Scheduled banks, ചില പബ്ലിക് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇൻഷുറൻസ് കമ്പനീസ്, അല്ലെങ്കിൽ വേറെ പ്രൈവറ്റ് കമ്പനീസ് ഒക്കെ ഡിബെഞ്ചർ ട്രസ്റ്റി ആയിട്ട് ആക്ട് ചെയ്യും. സോ ഡിബെഞ്ചർ ട്രസ്റ്റി എന്ന് പറഞ്ഞ ഒരു ഡിബെഞ്ചർ സെക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട്, ഡിബെഞ്ചർ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ഡിബെഞ്ചർ സെക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് ആക്ട് ചെയ്യുന്ന ആൾക്കാരാണ് ഡിബെഞ്ചർ ട്രസ്റ്റി എന്ന് പറയുന്നത്. അതായത് ഡിബെഞ്ചർ ഇഷ്യൂ ചെയ്യുമ്പോൾ ആ പ്രോസസ്സ് സ്മൂത്ത് ആക്കാൻ വേണ്ടിയിട്ട് അവരെന്തൊക്കെ ചെയ്യും, അവർ കമ്പനിയുടെ പീരിയോഡിക്കൽ റിപ്പോർട്ട് വാങ്ങിക്കും, ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഇൻസ്പെക്ട് ചെയ്യും, പിന്നെ ഈ ഡിബെഞ്ചർ ഹോൾഡേഴ്സിന് വേണ്ടിയിട്ട് അവർ നിൽക്കും. പിന്നെ അതുപോലെ തന്നെ ഡിബെഞ്ചർ ഹോൾഡേഴ്സിന്റെ ഒരു ട്രസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരു ട്രസ്റ്റ് ഏറ്റെടുക്കാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാരാണ് ഡിബെഞ്ചർ ട്രസ്റ്റീസ് എന്ന് പറയുന്നത്. ദേ ടേക്ക് അപ്രോപ്രിയേറ്റ് മെഷർ ടു പ്രൊട്ടക്ട് ദ ഇൻട്രസ്റ്റ് ഓഫ് ഡിബെഞ്ചർ ഹോൾഡേഴ്സ്. അതാണ് അൾട്ടിമേറ്റ്ലി ഡിബെഞ്ചർ ഹോൾഡേഴ്സിന്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരാണ് ആര്, ഡിബെഞ്ചർ ട്രസ്റ്റീസ്. ലാസ്റ്റ് വൺ ഇസ് പോർട്ട്ഫോളിയോ മാനേജേഴ്സ്. പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞാൽ അത് ഷെയർ ഉണ്ടാവാം, ഡിബെഞ്ചർ ഉണ്ടാവാം, ബാങ്ക് അക്കൗണ്ട് ഉണ്ടാവും. അങ്ങനെ നമ്മുടെ പൈസ എവിടെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നു, അങ്ങനെ ഗ്രൂപ്പ് ഓഫ് securities are known as portfolio. So portfolio managers, they play a crucial role in issuance of new securities. അതായത് നമ്മുടെ പോർട്ട്ഫോളിയോ നല്ല രീതിയിൽ മാനേജ് ചെയ്യാൻ വേണ്ടി, ഷെയർ വാങ്ങും വിൽക്കുകയൊക്കെ ചെയ്ത് നല്ല രീതിയിൽ മാനേജ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ആൾക്കാരാണ് പോർട്ട്ഫോളിയോ മാനേജേഴ്സ്. അവർ പ്രൈസിംഗിൽ ഡിസിഷൻ എടുക്കും, ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഡിസിഷൻ എടുക്കും, സബ്സ്ക്രൈബ് ഷെയർ വാങ്ങാനുള്ള ഡിസിഷൻ എടുക്കും, സെക്യൂരിറ്റി കമ്പനീസിനെ അലോട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും, റെഗുലേറ്ററി കംപ്ലയൻസും ക്ലയന്റ് കമ്മ്യൂണിക്കേഷനും ഒക്കെ സഹായിക്കുന്ന ആൾക്കാരാണ് ആര്, പോർട്ട്ഫോളിയോ മാനേജേഴ്സ്. അപ്പൊ കമ്പനിയെ സംബന്ധിച്ച് പോർട്ട്ഫോളിയോ മാനേജേഴ്സ് എന്ന് പറഞ്ഞാൽ കമ്പനീസിന്റെ സെക്യൂരിറ്റീസ് മാനേജ് ചെയ്യാനുള്ള ആൾക്കാരാണ് ആര്, പോർട്ട്ഫോളിയോ മാനേജേഴ്സ്. സോ ദീസ് ആർ ദ ഇന്റർമീഡിയറീസ് ഇൻ
പ്രൈമറി മാർക്കറ്റ് അവരെന്താണെന്നും അവരുടെ റോൾ ഓർ ഫങ്ഷൻസും നമ്മൾ നോക്കി. 7 intermediaries ഉണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്. മാനേജേഴ്സ് ടു ഇഷ്യൂ, ബ്രോക്കേഴ്സ് ടു ഇഷ്യൂ, bankers to issue, register to issue, brokers, underwriters, debenture trustees, and portfolio managers. So this is all about module 2. So module 2 നമ്മൾ basically പഠിച്ചത്, module 2 is all about primary market. module 2 നമ്മൾ primary marketനെ കുറിച്ച് ഇൻട്രൊഡക്ഷൻ, primary മാർക്കറ്റും സെക്കൻഡറി മാർക്കറ്റും തമ്മിൽ ഡിഫറൻസ്, ഫങ്ഷൻസ് ഒക്കെ പഠിച്ചു. അതിനുശേഷം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെത്തേഡ്സ് ഓഫ് ഫ്ലോട്ടേഷൻ ഓഫ് ഷെയർ ഇൻ പ്രൈമറി മാർക്കറ്റ് 5 മെത്തേഡ്സ് പഠിച്ചു, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് നമ്മൾ പഠിച്ചത് ഒരു പ്രൈസ്, ഓഫർ പ്രൈസ് എങ്ങനെ ഡിറ്റർമിൻ ചെയ്യാം, ബുക്ക് ബിൽഡിംഗ് ആൻഡ് ഫിക്സഡ് പ്രൈസ് അതെന്താണ്, അത് തമ്മിലെ ഡിഫറൻസ് ഒക്കെ പഠിച്ചു. പിന്നെ അടുത്തത് ഇത് റിലേറ്റഡ് ടേംസ് ആയ ASBA, ഗ്രീൻ ഷൂ ഓപ്ഷൻ പഠിച്ചു. നെക്സ്റ്റ് വി ഹാവ് ഓൾസോ ലേൺ റിഗാർഡിംഗ് റോൾ ഓഫ് ഇന്റർമീഡിയറീസ്. പിന്നെ പ്രസന്റ് സെനറിയോ ഇൻ പ്രൈമറി മാർക്കറ്റൂടെ പഠിച്ചു കഴിഞ്ഞാൽ ഈ ഒരു മോഡ്യൂൾ അവിടെ കഴിഞ്ഞു. സോ ദിസ് ഇസ് ഓൾ അബൌട്ട് സെക്കൻഡ് മോഡ്യൂൾ. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഡു കോൺടാക്ട്.